പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഒരു ദൈവാനുഭവം കിട്ടാത്ത, ഒന്നുള്ളത് തുറന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത, ഇതുവരെ കഴിയാത്ത ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് കൃപ വേണം. നമ്മളുടെ ശക്തി കൊണ്ടൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയുന്നുണ്ടാവും, പള്ളിയിൽ പോ, പ്രാർത്ഥിക്ക്, യാചിക്ക്. പക്ഷെ അവർക്ക് കഴിയുന്നുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? കൃപ കിട്ടിയിട്ടില്ല, കൃപയുണ്ടാവില്ല. വചനം പറയുന്നുണ്ടല്ലോ, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അരികിൽ വരാനായിട്ട് സാധിക്കില്ലെന്ന്. ഈശോ കൃപ കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ എത്ര ഉപദേശിച്ചിട്ടും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാത്ത വ്യക്തികൾ, കൗതാശികത ജീവിതം നയിക്കാത്ത വ്യക്തികൾ, അങ്ങനെയുള്ളവർക്കൊക്കെ കൃപയുടെ കുറവുണ്ട്. അവർക്ക് കൃപ കിട്ടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ യാചിക്കാൻ പോവാണ്. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ ഹന്ന കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ദേവാലയത്തിൽ പോയിട്ടാണ് കരഞ്ഞു പ്രാർത്ഥിക്കുക. അവൾ മനുഷ്യരുടെ ആരുടെ അടുത്തും പോയില്ല. സഹോദരങ്ങളുടെ അടുത്തോ, ബന്ധുമിത്രാദികളുടെ അടുത്തോ, മാതാപിതാക്കളുടെ അടുത്തോ, ആരുടെ അടുത്തും പോയില്ല. പോയിരുന്നത് ദേവാലയത്തിലാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണും തകർന്ന ഹൃദയവുമായിട്ട് കർത്താവിൻ്റെ മുന്നിലാണ് പോയിരുന്നത്. കർത്താവ് അവളെ ആകർഷിച്ചത് കൊണ്ടാണ്, കർത്താവ് അവൾക്ക് കൃപ നൽകിയതോടാണ് കർത്താവിൻ്റെ മുന്നിൽ വന്ന് മുട്ടുമടക്കാനും കരയാനും നിലവിളിക്കാനും ഒക്കെ കഴിഞ്ഞത്. അവസാനം അവൾക്ക് കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു. ഇതുപോലെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ കൃപ നൽകണമേ ഈശോ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ആദ്യം അച്ഛൻ പറഞ്ഞതുപോലെ ഇതുവരെ പ്രാർത്ഥനയ്ക്കൊരു താല്പര്യം കാണിക്കാത്ത ആളുകൾ, ദേവാലയത്തിൽ പോകാത്ത ആളുകൾ, ഒരു ആത്മീയ നിറവ് ലഭിക്കാത്ത ആളുകൾ, അവരൊക്കെ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ ഞങ്ങളെ തൊടയണമേ എന്ന് ടൈപ്പ് ചെയ്യുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.